ഗുഡ് മോർണിംഗ് അരുൺ. കേരള സർവകലാശാലയിൽ എന്തായി തർക്കങ്ങൾ എന്നതാണ്. ഇരട്ട രജിസ്ട്രാർ ഭരണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിന് പിന്നാലെ എന്താണ് ഈ ഫയലുകളുടെയൊക്കെ കാര്യത്തിലൊരു തീരുമാനം? ഈ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഈ ഫയലുകളൊക്കെ കൊടുക്കും, അതിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾ ഭയന്ന് VC മോഹനൻ കുന്നുമ്മേൽ വീട്ടിലിരിക്കാൻ തന്നെയാണോ തീരുമാനം? വിനീത, നിലവിൽ ഈ കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. 2 രജിസ്ട്രാർമാർ ഇങ്ങനെ തുടരുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഡിജിറ്റൽ ഫയലിംഗ് സിസ്റ്റം ഇപ്പോൾ ഈ ഫയലിംഗ് സിസ്റ്റം അതിപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് VC. ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഡിജിറ്റൽ സർവകലാശാലയും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ സൂപ്പർ അഡ്മിൻ ആക്സസ് തൻ്റെ കയ്യിൽ വരണം എന്നുള്ളൊരു നിർബന്ധം, ആ നിർബന്ധ ബുദ്ധിയുടെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ഫയലിംഗ് സിസ്റ്റം ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൊടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് VC മോഹനൻ കുന്നുമ്മേൽ എത്തിയിരിക്കുന്നത്. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും ഇപ്പോൾ റഷ്യ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും അദ്ദേഹം ഈ കേരള സർവകലാശാലയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. ഇതിൽ തന്നെ കനത്ത പ്രതിഷേധമൊക്കെ യുവജന സംഘടനകളും അതുപോലെ തന്നെ SFI അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇനി VC സർവകലാശാലയിൽ എത്തിയാൽ തന്നെ SFI തടയുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ഇപ്പോൾ രജിസ്ട്രാർ ഒപ്പിടുന്ന ഫയലുകൾ താൻ എടുക്കില്ല എന്നുള്ള ഒരു നിർബന്ധത്തിൽ തന്നെയാണ് VC മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ ഇരകളായി മാറുന്നത് വിദ്യാർത്ഥികളും അതിനപ്പുറം അവരുടെ ഭാവിയുമാണ്. നിലവിൽ ഒരു പ്രവേശനം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പരീക്ഷകൾ നടക്കുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ ഇതെല്ലാം പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വെല്ലുവിളികളുമായിട്ട് ഇത്തരത്തിൽ VC മുന്നോട്ട് പോകുന്നത്. വിനീത, അതാണ് വലിയ ഭരണ പ്രതിസന്ധിയാണ്. അരുൺ, ഇവിടെ കൊച്ചിയിൽ നല്ല മഴയുണ്ട്, മലപ്പുറത്ത് മഴയുണ്ട് എന്ന് സുനേഷ് പറയുന്നു, സുമാ മോഹൻ പറയുന്നു, കോട്ടയം നല്ല മഴയാണെന്ന്. എന്താണ് മഴ സാഹചര്യം എന്ന് പറയുന്നത്? പലയിടങ്ങളിലും മഴ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മഴ മുന്നറിയിപ്പുകൾ എന്താണ്? വിനീത, നിലവിൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കനത്ത ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഈ ആഴ്ച, അതായത് 16ഉം 17ഉം തീയതികളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ 17ആം തീയതി ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. 3 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ 17ആം തീയതി വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. നിലവിൽ ശക്തമായിട്ടുള്ള മഴയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടച്ചുറപ്പുള്ള വീടുകളിലായിരിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. വിനീത.